ഹലോ ഗൈസേ, ഈ അനീഷും അനുമോളും ഭയങ്കരമായിട്ട് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇന്നെ ഭൂരിഭാഗം പേരും അത് അനുമോള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാവും എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ അനീഷിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ജീവിതം കോഞ്ഞാട്ടയായി പോകും, അവർ തമ്മിലൊരു കെമിസ്ട്രി ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ ഇന്നലത്തെ മറ്റേ ജയിൽ ടാസ്കിൻ്റെ സമയത്ത് അനീഷിനോട് അനുമോള് പറയുന്ന ആ സംഗതി കണ്ടിരുന്ന കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അത് ശരിയാവില്ല, അത് അങ്ങനെ ഇങ്ങനെ വേണ്ടി അതൊക്കെ വിടും. അതൊന്നല്ല ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, മനുഷ്യർ ലെവലെടുക്കുക, നിങ്ങൾ ആ ഗെയിമേഴ്സ് തേങ്ങയാവാൻ തീർക്കണ്ട. അവരൊരു രസമുണ്ട്, രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ കാണുന്ന സമയത്ത് അവർ സംസാരിക്കുന്നതും അവർ ഇടപഴകുന്ന രീതിയൊക്കെ കണ്ട അത് നല്ല രസമുണ്ട് കേട്ടോ. ഇവർക്ക് കല്യാണം കഴിച്ചോട്ടെ, ഞാൻ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് അനീഷും അനുമോളും കല്യാണം കഴിക്കുക. എന്ത് രസമായിരിക്കും അല്ലേ? അടിപൊളിയായിരുന്നു എന്തായാലും. അതായത് ഒരാളെ കേൾക്കാൻ ശ്രമിക്കുക, അതേപോലെ ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ നമുക്ക് ഒരാളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, അത്രയും ഹാർട്ട് ഫെൽട്ട് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ജയിൽ ടാസ്കിൽ നമുക്ക് ജയിലിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ ടോപ്പ് 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള 2 പേരില്ലേ, അവർ 2 പേരും അത് നല്ല രീതിയിൽ കണ്ടൻറ്റ് വരുന്ന 2 പേരാണ് അവിടെ ജയിൽ നോമിനേഷനിൽ വന്നിട്ട് സംഭവം. എന്തായാലും അത് കാണാനും രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. സാബു മോനെ അല്ല, ആരവിടെ വന്ന സമയത്ത് ഷിയാസ് അല്ലേ, ഷിയാസ് വാവനെ വിളിച്ചെറിഞ്ഞില്ലേ വന്നിട്ട് ആ ചങ്ങായി. അപ്പോൾ അനുമോളെ ചേർത്ത് നിർത്തിയിട്ട് അനീഷ് പറഞ്ഞുണ്ടോ ഞങ്ങളുടെ അനുമോളാണ് ഇത് പറഞ്ഞിട്ട് തോളത്തൊക്കെ പോലെ ചേർത്ത് പിടിച്ചിട്ട് ഈ കഫ മുതൽ ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു അവർ രണ്ടുപേരും അപ്പം മുതൽ എന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ഫ്രെയിൽ എന്താ പുറത്തില്ലേ, അനീഷ് അനുമോള് തമ്മിൽ ഭയങ്കര ഫൈറ്റ്, PR ടീംസ് ആർമിക്കാർ തമ്മിൽ. നമ്മൾ ഈ ആർമി ഫൈറ്റ് അതൊന്നും നല്ല നോക്കുന്നത്, ഞാൻ പറഞ്ഞു തരേണ്ടത് അവർ രണ്ടുപേരും രസമുണ്ട്, ഭയങ്കര രസമുണ്ട് അവർ തമ്മിലൊരിത്. എന്താണെന്നാവോ പറയാൻ പറ്റില്ല. ഇക്ക് വന്നത് എന്തപ്പോൾ അവരുടെ പ്രശ്നം, എന്തപ്പോൾ പലരും പറയുന്നത് അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്നൊക്കെ. അനുമോളെ എവിടെ ഇറിറ്റേറ്റ് ചെയ്യണത്? അവർ രണ്ടുപേരും മാത്രമുള്ള ആ ജയിലിൽ എവിടെ ഇറിറ്റേറ്റ് ചെയ്യണത്? അനീഷ് കേൾക്കാൻ തയ്യാറാവണില്ലേ? ഇല്ലേ? അത് വലിയ കാര്യമല്ലേ? അതേപോലെ അനീഷിനോട് അനുമോൾക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ലേ? ഈ ആരോടും പറയാൻ പറ്റാത്തത് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, മറ്റുള്ളവരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കൂല എന്നോ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നോ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പറ്റണില്ലേ? അതൊരു വലിയ കാര്യമാണത്. എന്തായാലും രണ്ടുപേരും തമ്മിൽ രസമുണ്ട്. എനിക്ക് ആ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോംബോ എന്നല്ല കേട്ടോ, അവർ കോംബോ ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ അവർ രണ്ടുപേരും കൂടി ഒരു ഫ്രെയിമിൽ വരുമ്പോൾ നല്ല രസമുണ്ട് എന്നാണ് ഗൈസേ എൻ്റെ അഭിപ്രായം. അടിപൊളി. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊരു പക്ഷേ അനുമോളെ ഇഷ്ടാവില്ല, അനീഷിന് ഇഷ്ടാവില്ല, അതെന്തായിക്കോട്ടെ. എനിക്ക് നെവിനോടാണ് കൂടുതൽ താല്പര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, നെവിനും ആര്യനും ഓക്കെ. പക്ഷേ അനുമോള് അതേപോലെ ഓരോ കൂടി ഒരു രസമുണ്ട് സംഗതി.